ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കുടുംബങ്ങളിലും ജോലിസ്ഥലത്തും ബന്ധങ്ങളിലും സമാധാനത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഇതിനെ ലോകം ദ ഗോൾഡൻ റൂൾ അഥവാ പൊൻ നിയമം എന്ന് വിളിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് 6:31. AD 60-80 ചരിത്രകാരനും വൈദ്യനുമായ വിശുദ്ധ ലൂക്കോസ് എഴുതിയതാണ് ഈ സുവിശേഷം. യേശുക്രിസ്തു മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. ഈ വചനം മുഴുവൻ ജീവിതത്തെയും നയിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ തത്വമാണ്. യേശുക്രിസ്തു ഒരു സമതലത്തിൽ വെച്ച് ജനക്കൂട്ടത്തോട് സംസാരിച്ച സമതല പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണിത്. പ്രതികാര ചിന്തകളും സ്വാർത്ഥതയും പരസ്പരം കുറ്റപ്പെടുത്തലുകളും നിറഞ്ഞ ഒരു ലോകത്തിലാണ് യേശു അന്ന് ജീവിച്ചിരുന്നത്. മനുഷ്യർ സാധാരണയായി പെരുമാറുന്നത് മറ്റുള്ളവരുടെ തങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാണ്. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മളും ദേഷ്യപ്പെടും. എന്നാൽ ഒരു സാധാരണ മനുഷ്യ സ്വഭാവത്തെ പൂർണ്ണമായും തിരുത്തി കുറിച്ചുകൊണ്ടാണ് യേശു ഈ വിപ്ലവാത്മകമായ വചനം നമുക്ക് നൽകിയത്. ലോകത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു കാരണത്താലാണ് നാം മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്നില്ല. നമുക്ക് ബഹുമാനം വേണം, പക്ഷെ നാം എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറാറുണ്ടോ? നമുക്ക് സ്നേഹം വേണം, പക്ഷെ നാം മറ്റുള്ളവരോട് എല്ലാവരോടും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? സ്നേഹം നൽകുവാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ക്ഷമ ലഭിക്കണം, പക്ഷെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാറുണ്ടോ? എന്നാൽ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഒരു വളരെ ലളിതമായ ഒരു മാർഗമാണ്. ഓരോ പ്രവർത്തിക്കും മുമ്പ് ഒരു ചോദ്യം ചോദിക്കുക: ഇത് എന്നോട് ചെയ്താൽ എനിക്ക് സന്തോഷമുണ്ടാകുമോ? ഉത്തരമില്ലെങ്കിൽ അത് മറ്റൊരാളോട് നമ്മൾ ചെയ്യരുത്. കുടുംബത്തിൽ ഈ തത്വം പാലിച്ചാൽ സമാധാനം വർദ്ധിക്കും. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഈ രീതിയിൽ പെരുമാറിയാൽ ബന്ധം ശക്തമാണ്. മാതാപിതാക്കൾ കുട്ടികളോടും കുട്ടികൾ മാതാപിതാക്കളോടും ബഹുമാനത്തോടെ പെരുമാറും. സുഹൃത്തുക്കൾ തമ്മിൽ വിശ്വാസം വളരും. ജോലി സ്ഥലത്ത് ഈ തത്വം പാലിച്ചാൽ സംഘർഷങ്ങൾ കുറയും. നേതാക്കൾ ജീവനക്കാർ മനസ്സിലാക്കും, ജീവനക്കാർ സ്ഥാപനത്തെ ബഹുമാനിക്കും. വ്യാപാര രംഗത്തും ഇത് വളരെ പ്രധാനമാണ്. സത്യസന്ധതയും നീതിയും പാലിക്കുന്നവർ ദീർഘകാല വിശ്വാസം നേടും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശുവിന് മുമ്പ് ജീവിച്ചിരുന്ന പല ദാർശനികരും പറഞ്ഞത് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവരോടും ചെയ്യരുത് എന്നാണ്. അതൊരു നെഗറ്റീവാണ്. അതൊരു നെഗറ്റീവ് ചിന്താഗതിയായിരുന്നു അന്ന്. എന്നാൽ യേശു അതിനെ ഒരു പോസിറ്റീവ് കൽപ്പനയാക്കി മാറ്റി. അവർക്കും ചെയ്യുവിൻ. അതായത് മറ്റുള്ളവർ വന്ന് നമ്മോട് നന്നായി പെരുമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവർ പെരുമാറട്ടെ എന്ന് കാത്തിരിക്കരുത്. പകരം നമ്മൾ ആദ്യം അവരോട് പോയി നന്നായി പെരുമാറുക. ജീവിതം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ എന്ത് നൽകുന്നുവോ അത് നമ്മളിലേക്ക് തിരികെ വരും. നമ്മൾക്ക് സ്നേഹവും ബഹുമാനവും വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തുടങ്ങുക. ഗീവ് ആൻഡ് ടേക്ക്. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പോലും ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റമല്ല നമ്മുടെ സമാധാനത്തെ തീരുമാനിക്കേണ്ടത്, മറിച്ച് ഈ ദൈവവചനമാണ്. കാരണം ഈ രീതിയിൽ മുൻകൈയെടുത്ത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക യേശുക്രിസ്തു മാത്രമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ സംസാരിക്കുന്ന രീതിയാണോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ പെരുമാറുന്ന രീതിയാണോ മറ്റുള്ളവർ നമ്മോട് പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇതാണ് യേശുവിൻ്റെ ഒരു വെല്ലുവിളി നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ ആദ്യം മാറട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നു, അങ്ങനെ കാത്തിരിക്കരുത്. നാം ആദ്യം മാറണം. നമുക്ക് സ്നേഹം വിതയ്ക്കാൻ സാധിക്കണം, ബഹുമാനം വിതയ്ക്കാൻ സാധിക്കണം, കരുണ വിതയ്ക്കാൻ സാധിക്കണം, പ്രോത്സാഹനം വിതയ്ക്കാൻ സാധിക്കണം. കാരണം നാം വിതയ്ക്കുന്നതാണ് പിന്നീട് കൊയ്യുന്നത്.
ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് മികച്ച ലോകമുണ്ടാകുന്നത് മികച്ച മനുഷ്യരിലൂടെയാണ്. മികച്ച മനുഷ്യരുണ്ടാകുന്ന നല്ല കുടുംബം എന്ന ഉലയിൽ നിന്നാണ്. ഒരു നല്ല മനുഷ്യനാകാനുള്ള ആദ്യത്തെ പാഠശാല വീടാണ്. നമുക്ക് ഏവർക്കും അറിയാം, മാതാപിതാക്കളാണ് അവിടുത്തെ അധ്യാപകർ. കുട്ടികൾക്ക് അറിവ് പകരുക എന്നതിലുപരി അവരെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയാക്കുക എന്നതാണ് ഈ ഉലയിലെ പ്രധാന ദൗത്യം. എന്നാൽ നമ്മുടെ വീടുകളിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഈ നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഒന്ന് ആലോചിക്കും. ഒരു 3 പ്രധാന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്പർ 1, മാതൃകയാവുക. സെറ്റിംഗ് ആൻ എക്സാമ്പിൾ. കുട്ടികൾ നമ്മൾ പഠിക്കുന്നത് പറയുന്നത് കൊണ്ടല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത്. മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണുമ്പോൾ കുട്ടികളും ആ മൂല്യങ്ങൾ സ്വന്തമാക്കും, അവരും അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. രണ്ടാമത്തേതായിട്ട് ശിക്ഷണവും തിരുത്തലുകളും, അതായത് ഡിസിപ്ലിൻ ആൻഡ് കറക്ഷൻ. ഇന്നില്ലാത്തതാണത്. ഉലയിൽ ഇരുമ്പ് പാകപ്പെടുത്തിയെടുക്കാൻ അടിച്ച് ശരിയാക്കാറുണ്ട്. അതുപോലെ തെറ്റുകൾ കാണുമ്പോൾ സ്നേഹത്തോടെ തിരുത്താനായിട്ട് കുടുംബത്തിന് കഴിയണം. ബൈബിൾ പറയുന്നു, മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസം വരുത്തും. സദൃശവാക്യങ്ങൾ 21:17. ഇതൊരു ക്രൂരതയല്ല, മറിച്ച് സ്നേഹത്തോടെയുള്ള ഒരു വഴി നടത്തലാണ്. ഒരു കാണിച്ചു കൊടുക്കും. ശരിയും തെറ്റും എന്തെന്ന് തിരിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കൊച്ചു ചെറുപ്പത്തിലൊക്കെ നമുക്ക് ആ ശരിയും തെറ്റും കൊച്ചു ചെറുപ്പത്തിൽ തന്നെ കാണിച്ചു തരുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മാതാപിതാക്കള് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അവർക്ക് തെറ്റ് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. നോ എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ പറയാറില്ല. കുട്ടിയോടുള്ള സ്നേഹം കുറയുമെന്ന് വിചാരിച്ച്. ഓക്കെ, അടുത്തത് 3-മത്തത് ദൈവഭയവും ധാർമ്മികതയും. ഫെയ്ത്ത് ആൻഡ് മൊറാലിറ്റി. മറ്റുള്ളവരോട് കരുണ കാണിക്കാനും സത്യസന്ധരായിരിക്കാനും ഭയത്തോടെ ജീവിക്കാനും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കുടുംബത്തിൽ നിന്നുമാണ്. ഇന്നത്തെ സമൂഹം നേരിടുന്ന പല പ്രതിസന്ധികൾക്കും കാരണം കുടുംബ ബന്ധങ്ങളിലെ ഈ തകർച്ചയാണ്. നന്മയുള്ള ഒരു തലമുറയെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടുംബം എന്ന നിലയിൽ അവരെ സ്നേഹത്തോടെയും വചനത്തിന്റെ മൂല്യത്തോടെയും നമുക്ക് പാകപ്പെടുത്തി എടുക്കണം. വീടുകളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ നല്ല മനുഷ്യരുടെ മാറ്റം നാളത്തെ ലോകം പ്രകാശപൂരിതമാകും. അതിനാൽ ഇന്ന് ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർ പെരുമാറും. എൻ്റെ മക്കളെ അത് കാണിച്ചു കൊടുക്കും, എൻ്റെ സഹോദരങ്ങളെ ഞാൻ കാണിച്ചു കൊടുക്കും, എൻ്റെ മാതാപിതാക്കളെ ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ കുടുംബവും സമൂഹവും കൂടുതൽ മനോഹരമാകും. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്താലും സമാധാനത്താലും നിറയും. ദൈവം നമ്മെ അങ്ങനെ ജീവിക്കാൻ സഹായിക്കട്ടെ. ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തെ നയിക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സുപ്രഭാതത്തിനായി തന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഈ അഗാപ്പിൻ ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന വചനം, അത് കേൾക്കുന്നവരെയും കർത്താവേ, അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നവരെയും നിന്റെ തൃപാദത്തിലേക്ക് ഈ സമയത്ത് സമർപ്പിക്കുന്നു, ഭരമേൽപ്പിക്കുന്നു. നീ സമൃദ്ധമായി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ നല്ല ആവശ്യങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ. അവർക്ക് സന്തോഷം, സമാധാനം, ഐശ്വര്യം നീ കൊടുക്കണമേ. കർത്താവ്, മറ്റുള്ളവർക്ക് പെരുമാറാൻ നീ പഠിപ്പിക്കണമേ. നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം, മാതൃകയായി ജീവിപ്പാൻ തക്കവണ്ണം അവരെ നീ ഒരുക്കണമേ. കർത്താവെ, ഞങ്ങൾ ബലഹീനരും പാപികളും ദോഷികളും ആകുന്നു എങ്കിലും കർത്താവെ, നിന്റെ കൃപ കൊണ്ട് ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി ഇനിയുള്ള ജീവിതവും മാതൃക മക്കളായി വളരുവാൻ തക്കവണ്ണം കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം നീ അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവെ നിന്റെ രക്തവളപ്പിൽ സംരക്ഷിച്ചു കൊള്ളണമേ. അവരുടെ എത്ര വലിയ ആഗ്രഹമായിരുന്നാലും എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും കർത്താവെ താങ്ങും തണലുമായി കൂടെ ഇരുന്ന് നീ നിവർത്തിച്ചു കൊടുക്കണമേ. നീ പ്രവർത്തിക്കുന്നവനാണ്, നീ സഹായിക്കുന്നവനാണ്, നീ കാരുണ്യവാനാണ്, നീ ദയാലുവാണ്. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയവനാണ് കർത്താവേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കണക്കിലെടുക്കാതെ നീ സമൃദ്ധമായ ശിഷ്ടജീവിതത്തെ നീ ക്രമീകരിക്കണമേ. കർത്താവ്, നിന്റെ മക്കളായി വളരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഞങ്ങളുടെ മക്കളോട് പെരുമാറുന്നത് മാതൃകാപരമായിരിക്കും. ഞങ്ങളുടെ മാതാപിതാക്കളോട്, ഞങ്ങളുടെ സഹോദരി
സഹോദരങ്ങളോട് ഞങ്ങൾ പെരുമാറുന്നത് സ്നേഹത്തോടു കൂടി ആയിരിക്കും. നീ കാണിച്ചു തന്ന ആ സ്നേഹം തന്നെയായിരിക്കും ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത്. കർത്താവേ, ഞങ്ങളെ അതിന് ഒരുക്കണമേ, ഞങ്ങളെ പാകപ്പെടുത്തണമേ, ഞങ്ങൾക്ക് അതിനുള്ള കഴിവ് തരണമേ, ഞങ്ങൾ ശക്തീകരിക്കണമേ. കർത്താവേ, നിന്റെ വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളുടെ ശിഷ്ട ജീവിതത്തെ നീ ക്രമീകരിക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരെയും നീ അഭിഷേകം ചെയ്യണമേ. എത്ര പ്രതികൂല സാഹചര്യങ്ങളായിരുന്നാലും നീ അഭിഷേകം ചെയ്ത് അവരെ നിറയ്ക്കണമേ. അവരുടെ ഹൃദയങ്ങൾ സന്തോഷ, സമാധാനം, ഐശ്വര്യം നീ കൊടുക്കണമേ. കർത്താവേ, നിന്റെ കൃപ അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ സാക്ഷികളായി വളരുവാൻ തക്കവണ്ണം, കർത്താവേ, നിന്നിൽ അടിയുറച്ച് ജീവിപ്പാൻ തക്കവണ്ണം അവരിന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കൊണ്ട് ജീവിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. അവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.